بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അള്ളാഹുവിൽ നിന്നുള്ള ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ ഈമാനുമായി ബന്ധപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ട വിവരണവും അതിൽ പിഴച്ചുപോയ കക്ഷികളുടെ നിലപാടുകളുമാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടുക്കൽ ഈമാനിനുള്ള നിർവചനം എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞാൽ, അദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ്? ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഉണർത്തുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല പറയുന്നു, വമിൻ ഉസൂലിൽ ഫിർഖത്തിൻ നാജിയ أن الدين والإيمان قول وعمل، قول القلب واللسان وعمل القلب واللسان والجوارح، وأن الإيمان يزيد بالطاعة وينقص بالمعصية، وهم مع ذلك لا يكفرون أهل القبلة بمطلق المعاصي والكبائر كما تفعله الخوارج، بل الأخوة الإيمانية ثابتة مع المعاصي كما قال سبحانه في آية القصاص فمن عفي له من أخيه شيء، وقال وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. വമിൻ ഉസൂലിൽ ഫിർഖത്തിൻ നാജിയ, അൽ ഫിർഖത്തിൻ നാജിയയുടെ ഉസൂലിൽ അസ്ലുകളിൽ പെട്ടതാണ്. അഥവാ അൽ ഫിർഖത്തുൻ നാജിയ എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ കക്ഷി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ധാരാളം അസ്ലുകളുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് അന്നദ്ദീന വൽ ഈമാൻ. അദ്ദീൻ അൽ ഈമാൻ എന്നാൽ ഖൗലുൻ വ അമലുൻ, അത് ഖൗലുമാണ് അമലുമാണ്, വാക്കും പ്രവൃത്തിയുമാണ്. ഖൗലുൽ ഖൽബി വൽ ലിസാൻ, ഖൗൽ എന്ന് പറഞ്ഞാൽ ഖൽബിന്റെ ഖൗല്, അതേപോലെ ലിസാനിന്റെ ഖൗല്, നാവിന്റെയും ഹൃദയത്തിന്റെയും ഖൗൽ. അമൽ എന്ന് പറഞ്ഞാലോ വ അമലുൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്, ഖൽബിന്റെയും ലിസാനിന്റെയും ജവാരിഹിന്റെയും അമൽ, പ്രവൃത്തി. ഖൽബിന് പ്രവൃത്തിയുണ്ട്, ലിസാനിന് പ്രവൃത്തിയുണ്ട്, ജവാരിഹിന് പ്രവൃത്തിയുണ്ട്. വ അന്നൽ ഈമാന, മാത്രമല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അല്ലെങ്കിൽ ഫിർഖത്തുൻ നാജിയയുടെ അടുക്കൽ
ഈമാനിൽ, ദീനിൽ, അന്നൽ ഈമാൻ, ഈമാൻ എന്നാൽ യസീദു ബിത്വാഅ, അത് ത്വാഅത്തിനനുസരിച്ച് അധികരിക്കും. വയൻഖുസു ബിൽ മഅസിയ, മഅസിയത്ത് കൊണ്ട് അത് ഈമാനിന്റെ തോത് കുറയുകയും ചെയ്യും. ഇതാണ് അൽ ഫിർഖത്തു നാജിയയുടെ അസലുകളിൽ ഒരസൽ, അടിസ്ഥാനങ്ങളിൽ ഒരു അടിസ്ഥാനം. ദീനും ഈമാനും അത് ഖൗലും അമലുമാണ്. നാവിൻ്റെയും ഖൽബിൻ്റെയും ഖൗല്, നാവിൻ്റെയും ഖൽബിൻ്റെയും അവയവങ്ങളുടെയും അമൽ, പ്രവൃത്തി. ഈമാൻ താഅത്തിനനുസരിച്ച് അധികരിക്കും, മഅസിയത്ത് പാപം ചെയ്യുന്നതിനനുസരിച്ച്, പാപത്തിനനുസരിച്ച് ഈമാന്റെ തോത് കുറയുകയും ചെയ്യും. ഇവിടെ അന്ന ദീന വൽ ഈമാൻ, ദീൻ ഈമാൻ എന്ന് പറഞ്ഞാൽ ദീനും ഈമാനും അതുകൊണ്ട് ഉദ്ദേശം മനുഷ്യന്മാരുടെ അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇസ്ലാം അതാണ് ദീൻ. അൽ ഈമാൻ, അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഖൗലും അമലുമാണ്. ഖൗൽ എന്ന് പറഞ്ഞ വാക്ക്, അമൽ എന്ന് പറഞ്ഞ പ്രവൃത്തി. ഖൗലുൽ ഖൽബി വൽ ലിസാൻ, ഹൃദയത്തിന്റെ ഖൗല്, ലിസാനിന്റെ ഖൗല്, അതാണ് ഖൗലിൽ ഉൾപ്പെടുക. അപ്പൊ ഖൗലുമാണ് അമലുമാണ്. ഖൗൽ എന്ന് പറഞ്ഞാൽ എന്താ? നാവിന്റെ ഖൗലാണ്, അതേപോലെ ഖൽബിന്റെ ഖൗലാണ്. നാവിന്റെ ഖൗല് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഖൽബിനും ഖൗലും ഉണ്ട് അമലും ഉണ്ട് എന്ന് പറഞ്ഞു, നാവിനും ഖൗലും ഉണ്ട് അമലും ഉണ്ട് എന്ന് പറഞ്ഞു. നാവ് കൊണ്ടുള്ള ഖൗല് നമുക്കറിയാം, നാവ് കൊണ്ട് ഉച്ചരിക്കലാണ്. നാവ് കൊണ്ട് ഉച്ചരിക്കലാണ്. ഇപ്പൊ ഞാൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ഉച്ചാരണമായി. അതാണ് നാവിന്റെ ഖൗല്. നാവിന്റെ അമലോ? നാവിന്റെ അമൽ എന്ന് പറഞ്ഞാൽ നാവിന്റെ ചലനാണ്. ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നാവ് ചലിക്കണില്ലേ? അത് നാവിന്റെ അമലാണ്. നാവ് വായിൽ നിർണിത സ്ഥലങ്ങളിൽ തട്ടുമ്പോഴാണ് അക്ഷരങ്ങൾ ഉള്ളിൽ നിന്നുള്ള വായു പുറത്തു വരുമ്പോൾ നാവ് നിർണിത സ്ഥലങ്ങളിൽ തട്ടുമ്പോഴാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. ആ അക്ഷരങ്ങൾ കൂടിച്ചേർന്നാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ, അതിന്റെ സംസാരം. അപ്പൊ നാവിന് അമലുണ്ട്, നാവിന് അതേപോലെ തന്നെ എന്തുണ്ട്? നാവിന് പ്രവൃത്തിയുണ്ട്. അപ്പൊ നാവിന്റെ അമലും നാവിന്റെ ഖൗലും മനസ്സിലായി. എന്നാൽ ഖൗലിന്റെ, ഖൽബിന്റെ ഖൗൽ എന്താണ്? ഹൃദയത്തിന്റെ ഖൗൽ എന്താണ്? അതേപോലെ ഹൃദയത്തിന്റെ അമൽ എന്താണ്? ഹൃദയത്തിന്റെ ഖൗൽ എന്നുള്ളത് കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിന്റെ ഇഅ്തിറാഫും തസ്ദീഖുമാണ്. അംഗീകാരം, സത്യപ്പെടുത്തൽ, ഹൃദയം സത്യപ്പെടുത്തുക, ഹൃദയം അംഗീകരിക്കുക എന്നുള്ളതിനെയാണ് അവിടെ ഖൗലായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അതാണ് അഖീദത്തുൽ വാസിത്തിയെ വിശദീകരിച്ച പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഹൃദയത്തിന്റെ ഖൗൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അംഗീകാരമാണ്, സത്യപ്പെടുത്തലാണ് ഉദ്ദേശം. എന്നാൽ ഹൃദയത്തിന്റെ അമൽ, പ്രവൃത്തി എന്താ? അത് ഹൃദയത്തിന്റെ ചലനവും ഹൃദയത്തിന്റെ ഉദ്ദേശവുമാണ്. ഏതുപോലെ ഇപ്പൊ നമ്മളൊരു അമലെടുക്കുമ്പോൾ അതിൽ നിഷ്കളങ്കത, അത് ഹൃദയത്തിന്റെ ഇഖ്ലാസ് എന്നുള്ളത് ഹൃദയത്തിന്റെ അമലാണ്. അതേപോലെ തന്നെ നമ്മൾ ഹൃദയം അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു, അള്ളാഹുവിൽ പ്രതീക്ഷിക്കുന്നു, അതേപോലെ അള്ളാഹുവെ ഭയക്കുന്നു. ഇതൊക്കെ ഹൃദയത്തിന്റെ ചലനങ്ങൾ കൂടിയാണ്. കേവലം ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു അടങ്ങിയ തീരുമാനമൊന്നുമല്ല. പിന്നെയോ അതിൽ ഹൃദയത്തിന് എന്തുണ്ട്? ചലനമുണ്ട്. നമ്മുടെ റജായിനനുസരിച്ച് ഹൃദയം ചലിക്കുന്നുണ്ട്. നമ്മുടെ ഭയപ്പാടിനനുസരിച്ച് ഹൃദയത്തിൽ ചലനമുണ്ട്. അപ്പൊ ഹൃദയത്തിന് അമലുണ്ട്,
ഹൃദയത്തിന് ഖൗലുണ്ട് എന്ന് പറഞ്ഞാൽ ഹൃദയം സത്യപ്പെടുത്തുക, അംഗീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഖൗലാണ്, നാവിൻ കൊണ്ടുള്ള ഖൗല്, ഖൽബ് കൊണ്ടുള്ള ഖൗല് അഥവാ ഹൃദയത്തിൻ്റെ സത്യപ്പെടുത്തൽ. അതേപോലെ തന്നെ അത് അമലുമാണ്. അമൽ എന്ന് പറഞ്ഞാലോ, ഈമാൻ എന്ന് പറഞ്ഞാൽ അമലാണ്. അത് നാവിൻ്റെയും ഖൽബിൻ്റെയും അവയവങ്ങളുടെയും അമലാണ്. അവയവങ്ങളുടെ അമൽ, നാവിൻ്റെ അമൽ നമ്മൾ പറഞ്ഞു, നാവ് നമ്മൾ ദിക്റൊക്കെ എടുക്കുമ്പോൾ നാവിൻ്റെ ചലനം. ഹൃദയത്തിൻ്റെ അമൽ നമ്മൾ പറഞ്ഞു, ഖൗഫ് പേടി ഉണ്ടാകുമ്പോൾ, അള്ളാഹുവെ ഭയക്കുമ്പോൾ, അള്ളാഹുവിൽ ആഗ്രഹമുണ്ടാകുമ്പോൾ, അതേപോലെ അള്ളാഹുവിൽ തവക്കുലാക്കുമ്പോൾ, അതേപോലെ തന്നെ നമ്മുടെ നിഷ്കളങ്കത ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഹൃദയത്തിൻ്റെ ചലനം. അപ്പോൾ ഹൃദയത്തിന് അമലുണ്ട്. അവയവങ്ങളുടെ അമൽ എന്താ? അവയവങ്ങളുടെ അമൽ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ റുക്കൂ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, നിൽക്കുന്നു, ഇരിക്കുന്നു. ഇപ്പം നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന് നിൽക്കുമ്പോൾ നമ്മൾ എത്ര അവയവങ്ങൾ ചലിപ്പിക്കുന്നു? അതാണ് അമലുൽ ജവാരിഹ്, അവയവങ്ങളുടെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഖൗലും അമലും ഇതാണ് ഈമാൻ. ഈമാൻ എന്തല്ല, കേവല സത്യപ്പെടുത്തലല്ല, പിന്നെയോ അതോടൊപ്പം അമലും ഉണ്ട്, വാക്കുകളും ഉണ്ട്. പിന്നെ ഈമാനിൻ്റെ താരീഫിൽ, നിർവചനത്തിൽ വഅന്നൽ ഈമാന യസീദു ബിത്വാ, ഒരു മനുഷ്യൻ വഴിപ്പെട്ട് ജീവിക്കുന്നതിനനുസരിച്ച് ഈമാനിൻ്റെ തോത് അധികരിക്കും. വയൻഖുസു ബിൽ മഅസിയ, തെറ്റ് ചെയ്താലോ ഈമാൻ്റെ തോത് അതിനനുസരിച്ച് കുറയുകയും ചെയ്യും. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈമാനിനുള്ള താരീഫ് ചിലർ പറയൽ എന്താണ്, 5 നൂനുകളാണെന്ന് പറയും. എന്താ? തസ്ദീഖും ബിൽ ജിനാൻ, വഖൗലും ബിൽ ലിസാൻ, വഅമലും ബിൽ അർക്കാൻ, യസീദു ബിതാഅത്തിർ റഹ്മാൻ വയൻഖുസു ബിമഅസിയത്തിർ റഹ്മാൻ. എന്താ? തസ്ദീഖും ബിൽ ജിനാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലാണ്. ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് മൊഴിയലാണ്. വഅമലും ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് അമലെടുക്കലാണ്. യസീദു ബിതാഅത്തിർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് വഴിപ്പെടൽ കൊണ്ട് ഈമാന്റെ തോത് കൂടും. വയൻഖുസു ബിമഅസിയത്തിർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് മുന്നിൽ തെറ്റ് പ്രവർത്തിക്കൽ കൊണ്ട് ഈമാന്റെ തോത് കുറയുകയും ചെയ്യും. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടുക്കൽ ഈമാനിനുള്ള നിർവചനം. ഇതേപോലെയല്ല എല്ലാ കക്ഷികളും ഈമാനെ നിർവചിച്ചത്. മുർജിയ കക്ഷിയുടെ അടുക്കൽ ഈമാൻ എന്താ? മുർജിയാക്കൾ പറഞ്ഞത് ഇഅ്തിഖാദും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള വിശ്വാസം സത്യപ്പെടുത്തലാണ്. വനുതുഖും ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഉച്ചരിക്കലാണ്. അപ്പോൾ ഒരാള് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തി, നാവ് കൊണ്ട് പറയുകയും ചെയ്തു, അമൽ എന്തായാലും പ്രശ്നമല്ല എന്നുള്ളടത്താണ് മുർജിയാക്കൾ. ഒരാള് ഹൃദയം കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് നാവ് കൊണ്ട് അത് ചൊല്ലി പറഞ്ഞ്, പിന്നെ അമൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അയാളുടെ ഈമാൻ പൂർണ്ണാണ്, അയാൾ ഇനി എത്ര തെറ്റ് ചെയ്താലും, നിഷിദ്ധങ്ങൾ പ്രവർത്തിച്ചാലും, കള്ളു കുടിച്ചാലും, വ്യഭിചരിച്ചാലും ഒക്കെ പ്രശ്നമല്ല, ഈമാൻ പൂർണ്ണം എന്ന രീതിയിലാണ് മുർജിയാക്കളുടെ നിർവചനം. അത് മഹാപകടാണ്. ഖുർആമിയ എന്ന് പറയുന്ന കക്ഷി അവരെന്താ ചെയ്തത്? അവർ പറഞ്ഞ ഈമാൻ എന്ന് പറഞ്ഞാൽ നുതുഖും ബിൽ ലിസാൻ ഫഖത്ത്, നാവ് കൊണ്ടുള്ള ഉച്ചാരണം മാത്രമാണ്. ഒരാൾ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ ഹൃദയത്തിൽ ഇനി എന്തായാലും പ്രശ്നമല്ല, പ്രവൃത്തി എന്തായാലും പ്രശ്നമല്ല, അയാൾക്ക് പൂർണ്ണ ഈമാനാണ്. അപ്പം മുനാഫിഖീങ്ങൾ ഉണ്ടാവില്ല. കപട വിശ്വാസികൾ എന്താ? അവർ ആമന്നാന്ന് തൊള്ളോണ്ട് പറയും, പക്ഷെ അവരുടെ ഹൃദയം എന്താ? കുഫ്റാൻ. പിന്നെ അവരുടെ പ്രവൃത്തിയോ അതിനനുസരിച്ചുള്ള പ്രവൃത്തിയാണ്, കാപ്പട്ടിയാണ്. നിസ്കാരത്തിന് നിന്നാൽ അലസന്മാരായിട്ട് നിൽക്കും, ലോകരെ കാണിക്കാൻ വേണ്ടിയിട്ട് അമല് ചെയ്യും. അപ്പൊ ഈമാൻ നാവുകൊണ്ട് മാത്രമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ പോലുള്ളതായ കപട വിശ്വാസികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പൂർണ്ണ ഈമാന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് വരും. ഇതാണ് ഖുർആമിയാക്കളുടെ വാദം. അത് മഹാപകടകരമായ വാദമാണ്. ജബരിയാക്കൾ എന്താ പറഞ്ഞത്? ജബരിയാക്കൾ പറഞ്ഞത് ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ മാരിഫത്തു ഫിൽ ഖൽബ്, ഹൃദയത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞാൽ മതി, വിശ്വാസം അറിഞ്ഞാൽ മതി. നാവുകൊണ്ട് പറഞ്ഞോളണമെന്നില്ല,
അമല് സത്യപ്പെടുത്തിയാൽ കൊള്ളണമെന്നില്ല. പിന്നെയോ കേവലം അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ തന്നെ എന്തായി? മുജറദുൽ മാരിഫ, കേവലം അറിയൽ തന്നെ എന്താണ്? അത് ഈമാനാണ്. ഈ ജബരിയാക്കളുടെ താരീഫ് പ്രകാരം അബൂജഹൽ അടക്കം മുഅ്മിനാണെന്ന് വരും. കാരണം എന്തുകൊണ്ടാ? അബൂജഹലിന് മാരിഫത്തില്ലേ? അള്ളാഹുവിനെ അറിയില്ലേ? എങ്ങനെ അറിയും? സൃഷ്ടാവാണ്, റാസിഖാണ്, ഖാലിഖാണ് എന്ന നിലക്ക് അള്ളാഹുവിനെ അറിയുന്ന ആളാണ് അബൂജഹലും. പക്ഷേ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധനക്ക് അർഹനാണ്, അവൻ മാത്രം ആരാധിക്കപ്പെടാൻ പാടുള്ളൂ എന്നുള്ളതിലും ആ അള്ളാഹു അവതരിപ്പിച്ചതായ വിശുദ്ധ ഖുർആനിലും ആ വിശ്വസിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധനയിൽ ഏകനാക്കിയില്ല, വിശുദ്ധ ഖുർആനെ കളവാക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച പ്രവാചകനെ കളവാക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങളിൽ വിശിഷ്യ പരലോക വിശ്വാസം അതിനൊക്കെ കളവാക്കി. എന്നാലും അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് ഉണ്ടായിനി. ഈ ജബരിയാക്കളുടെ വാദം ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഇഅ്തിറാഫ് ബിൽ ഖൽബ് അല്ലെങ്കിൽ അൽ മാരിഫത്തു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് ഫിൽ ഖൽബ്, ഹൃദയത്തിൽ അറിയുക എന്നുള്ളതാണ്. അത് മഹാ അപകടകരാണ്. ഹൃദയത്തിൽ അറിഞ്ഞാൽ പോരാ, പിന്നെ ഹൃദയം അറിഞ്ഞ് അംഗീകരിക്കണം, ഇഖ്റാർ വേണം, നാവ് കൊണ്ട് പറയണം ഹൃദയത്തിലുള്ളതിനനുസരിച്ച്. പിന്നെ അവയവങ്ങളുടെ അമലുകൾ സത്യപ്പെടുത്തും വേണം. മുഅ്തസിലിയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവര് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം, വിശ്വസിക്കണം, നാവ് കൊണ്ട് മൊഴിയണം, അവയവങ്ങൾ കൊണ്ട് അമലെടുക്കണം എന്ന് പറഞ്ഞ്, അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ താരീഫിൽ വന്ന ഭാഗങ്ങൾ തന്നെയാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, നാവ് കൊണ്ട് മൊഴിയണം, അവയവങ്ങൾ കൊണ്ട് അമലെടുക്കണം. പക്ഷെ അവര് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനോട് വിയോജിച്ചത് എവിടെയാണ്? ഈമാന് കൂടും കുറയും ചെയ്യും. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞ് വിശ്വാസിയായ ഒരു മനുഷ്യൻ പുണ്യം പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അയാളുടെ ഈമാന്റെ തോത് കുറയും. തെറ്റ് പ്രവർത്തിച്ചാലോ, കേവലം തെറ്റ് പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അയാൾ ഈമാനിൽ നിന്ന് പുറത്തു പോകൂല, ദീനിൽ നിന്ന് പുറത്തു പോകൂല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. പിന്നെയോ ഈമാനിന്റെ തോത് കുറയും. എന്നാൽ മുഅ്തസിലിയ കക്ഷി അവിടെ വിയോജിച്ചു. അവരെന്താ പറഞ്ഞത്? തെറ്റ് പ്രവർത്തിക്കുന്നതോടുകൂടി ഈമാൻ എന്ന പേര് അയാളിൽ നിന്ന് എടുക്കപ്പെടും, മരിച്ചാൽ നരകത്തിൽ നിത്യവാസിയാകും. അപ്പം മുഅ്മിനായ ഒരു മനുഷ്യനാണ്, അയാള് കള്ള് കുടിച്ച് എങ്കിൽ മുഅ്തസിലിയാക്കൾ പറയുന്നത് അയാൾ എന്താ? ഈമാൻ നിന്ന് പുറത്തുപോയി, മുഅ്മിനല്ല, മരിച്ചാലോ നരകത്തിൽ നിത്യവാസിയായിരിക്കും. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ താരീഫ് പ്രകാരം ശരിയല്ല. കാരണം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ താരീഫ് കൃത്യമാണ്, അത് പ്രമാണബദ്ധവുമാണ്. പ്രമാണത്തിൽ വന്ന വചനങ്ങളെ പ്രമാണവചനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആധികാരികമായിട്ടുള്ള താരീഫാണ്, നിർവചനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെത്. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തി അംഗീകരിക്കണം, ഇഖ്റാർ വേണം, തസ്ദീഖും ഇഖ്റാറും വേണം. സത്യപ്പെടുത്തണം, എന്നിട്ട് ഹൃദയം കൊണ്ട് അംഗീകരിക്കണം, നാവ് കൊണ്ട് മൊഴിയണം. പിന്നെയോ കർമ്മങ്ങൾ, അവയവങ്ങൾ ഹൃദയത്തിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. വഴിപ്പെടുന്നതിനനുസരിച്ച് ഈമാനിന്റെ തോത് വർദ്ധിക്കും, തെറ്റ് വന്നു പോകുന്നതിനനുസരിച്ച് ഈമാനിന്റെ തോത് കുറയുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു വേദം നൽകിയ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ വേദം നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അടിമകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? സത്യവിശ്വാസികളെ 3 തബക്കകളായിട്ടാണ് അള്ളാഹു എണ്ണിയത്. 3 ഘട്ടങ്ങളായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എണ്ണിയത്. എന്താ സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞത്? ഫമിൻഹും വാലിമുൽ ലിനഫ്സിഹി, വാലിമുൽ ലിനഫ്സ് ഉണ്ട്,
വമിൻഹും മുഖ്തസിദ്, മുഅ്മിനീങ്ങളിൽ മുഖ്തസിദ് ഉണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, മുഅ്മിനീങ്ങളിൽ സാബിഖും ബിൽ ഖൈറാത്ത് ഉണ്ട് ബിഇദ്നില്ലാഹ്. എന്താ ഈ സാബിഖും ബിൽ ഖൈറാത്ത്? പണ്ഡിതന്മാർ പറയുന്നു, ഹുമുൽ ലദീന അദ്ദൗ അൽ വാജിബാത്ത് വൽ മുസ്തഹബ്ബാത്ത്, നിർബന്ധ കർമ്മങ്ങളും പ്രതിഫലാർഹമായ കർമ്മങ്ങളും നിർവഹിച്ചവരാണവർ. വതറകു അൽ മുഹറമാത്ത് വൽ മക്രൂഹാത്ത്, നിഷിദ്ധങ്ങളും വെറുക്കപ്പെട്ട കാര്യങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്തവരാണവർ. അപ്പോൾ നിർബന്ധ കാര്യങ്ങളും പ്രതിഫലാർഹമായിട്ടുള്ള മുസ്തഹബായ കാര്യങ്ങളൊക്കെ ചെയ്ത് നിഷിദ്ധങ്ങൾ കൈയൊഴിച്ച് നിഷിദ്ധങ്ങളോടൊപ്പം വെറുക്കപ്പെട്ട കാര്യങ്ങൾ, ആക്ഷേപാർഹമായിട്ടുള്ള വെറുക്കപ്പെട്ട കാര്യങ്ങൾ കൂടി കൈയൊഴിച്ചവർ, അവരാണ് സാബിഖുൻ ബിൽ ഖൈറാത്ത്, അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ ദാസന്മാർ. രണ്ടാമത്തെ കൂട്ടരാരാ? അൽ മുഖ്തസിദാണ്. മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ അവര് വാജിബാത്തുകൾ നിർവഹിച്ചു, മുഹറമാത്തുകൾ ഒഴിവാക്കി. വാജിബാത്തുകൾ നിർവഹിച്ച് അവർക്ക് മുസ്തഹബാത്തില്ല. മുഹറമാത്തുകളൊക്കെ അവർ ഒഴിവാക്കി. മുഹറമാത്ത് അവരൊന്നും ചെയ്തില്ല, പക്ഷേ അവർ മക്രൂഹാത്തുകളെ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ അവരാണ് മുഖ്തസിദ്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവരാണ് ആര്? ബാലിമൂൻ ലി അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അന്യായം ചെയ്തവർ. അവരെന്താ? അവര് ഹുമുല്ലദീന ഇജ്തറഉ അലാ ബഅദിൽ മുഹറമാത്ത്, അവരിന്ന് ചില തെറ്റുകൾ, ഹറാമുകൾ വന്നു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ വഖസ്സറു ബിബഅദിൽ വാജിബാത്ത്, ചില വാജിബുകൾ അവർ അതിൽ വീഴ്ച വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മൂന്നാമത്തെ ദർജയാണ്. അതായത് ചില തെറ്റുകൾ അവരിൽ നിന്ന് വന്നുപോയി, നിഷിദ്ധങ്ങൾ വന്നുപോയി, ചില വാജിബുകളിൽ, നിർബന്ധ കർമ്മങ്ങളിൽ അവരിൽ നിന്ന് വീഴ്ചയും വന്നുപോയി. അവരാണ് ളാലിമുൻ ലിനഫ്സിഹി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ മൂന്ന് കൂട്ടരുണ്ടാണ്. വമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് കൂട്ടർ എണ്ണിയത്? ഒരു മൂന്ന് കൂട്ടർ മുഅ്മിനീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. ഒരു കൂട്ടർ അവരുടെ ഈമാന്റെ ദറജ കൂടി, തോത് കൂടി. എന്തുകൊണ്ട്? അവർ വാജിബുകളും മുസ്തഹബാത്തുകളും പ്രവർത്തിച്ചു, മുഹറമാത്തുകൾ, നിഷിദ്ധങ്ങളും മക്രൂഹാത്തുകൾ, വെറുപ്പിക്കപ്പെട്ട കാര്യങ്ങളും കൈയൊഴിച്ചു. അതുകൊണ്ട് തന്നെ ഈമാന്റെ വർധനവുണ്ടായി. മറ്റൊരു കൂട്ടർ അവരിൽ ഈമാന്റെ വർധനവുണ്ടായില്ല, എന്നാൽ ഈമാൻ താണവുമില്ല. കാരണം എന്തുകൊണ്ട്? അവർ വാജിബാത്തുകൾ ചെയ്ത് എല്ലാം അതിൽ വീഴ്ച വരുത്തിയില്ല. മുഹറമാത്തുകൾ അവർ ഒഴിവാക്കി, മുഹറമാത്തൊന്നും ചെയ്തുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈമാന്റെ തോത് നിലനിന്ന് കുറഞ്ഞില്ല. മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവരുടെ ഈമാന്റെ ദറജ കുറഞ്ഞ്, തോത് കുറഞ്ഞ്. എന്തുകൊണ്ട്? അവരിൽ നിന്ന് ചില നിഷിദ്ധങ്ങൾ വന്നുപോയി, ചില വാജിബുകളിൽ അവരിൽ കുറവും വന്നുപോയി. പക്ഷേ ഈമാനിൽ അവർക്ക് കുറവുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈമാനിൽ നിന്ന് അവർ പുറത്തു പോയിട്ടില്ല. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എണ്ണിയത്. ഇതിൽ നിന്ന്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ മുഅ്തസിലിയ കക്ഷിയെ പോലുള്ളതായ വിഭാഗത്തിന്റെ വിശ്വാസത്തിന്റെ അപകടമാണ്. മുഅ്തസിലിയ കക്ഷികളും ഖവാരിജുകളും പറയുന്നത്, മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരു വൻപാപം ചെയ്യുന്നതോടുകൂടി തന്നെ അയാൾ ഈമാനിൽ നിന്ന് പുറത്തുപോയി, പിന്നെ അയാളെ മുഅ്മിൻ എന്ന് പറയാൻ പാടില്ല എന്നാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈ വചനത്തിന്റെ എതിരാണ്. എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്, മുഅ്മിൻ, മുസ്ലിം എന്നീ മേൽവിലാസമുള്ള വ്യക്തി അയാളിൽ നിന്ന് വൻപാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ, കേവലം വൻപാപം വന്നു പോയി എന്നതിന്റെ പേരിൽ അയാൾ മില്ലത്തിൽ നിന്ന് പുറത്തു പോണില്ല, ഈമാനിൽ നിന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണില്ല. പിന്നെയോ അയാൾക്ക് പൂർണ്ണ ഈമാനില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അയാൾക്ക് എന്തുണ്ട്? ഈമാനിന്റെ അസിലുണ്ട്, അടിസ്ഥാനമുണ്ട്. ഈമാനിൽ തന്നെയാണ് അയാളുള്ളത്. പക്ഷേ ഈമാന്റെ തോത് അയാൾ ചെയ്ത തെറ്റിനനുസരിച്ച് അയാളിൽ നിന്ന് കുറവായി പോയി. മില്ലത്തിന് അയാളെ പുറത്താക്കാൻ പാടുള്ളതല്ല. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. അതുകൊണ്ടാണ്, അതാണ് ശരിയായ നിലപാട്. അതുകൊണ്ടാണ് ഈമാൻ യസീദു ബിത്താഅ, ത്വാഅത്തിനനുസരിച്ച് അധികരിക്കും, വയൻഖുസു ബിൽ മഅസിയ, മഅസിയത്തിനനുസരിച്ച് ഈമാൻ കുറയുകയും ചെയ്യും. ഈമാൻ ഒരേ ദർജയിലല്ല. പിന്നെ ഈമാൻ എന്തുണ്ട്? ഉയർന്ന സ്റ്റേജ് ഉണ്ട്, കുറഞ്ഞ സ്റ്റേജും ഉണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഈമാനു ബിദ്ഉ വസബ്ഊന ശുഅബ, ഈമാനിന് 70 ചില്ലാനം ശാഖകളുണ്ട്. അഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഈമാനിന് 70 ചില്ലാനം ശാഖകളുണ്ട്.
അതിലേറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദാണ്. അതിനാഹ അതിലേറ്റവും താഴ്ന്നത് ഇമാത്തത്തുൽ അദാനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഹയാ ലജ്ജ എന്നാൽ അത് ഈമാനിന്റെ ഒരു ശുഅബത്ത് ഭാഗമാണ്, ശാഖയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. അപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം, അത് നമ്മൾ പറഞ്ഞത് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു അന്നദ്ദീന വൽ ഈമാൻ, ദീന് ഈമാൻ അഥവാ ദീൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശം അൽ അമലാണ്, ഇസ്ലാം. അതേപോലെ വൽ ഈമാൻ, ഈമാനും അതിന്റെ നിർവചനം അത് ഖൗലും വ അമൽ, കേവലം വാക്ക് മാത്രമല്ല, പിന്നെ വാക്കുമാണ്, അതേപോലെ അമൽ പ്രവൃത്തിയുമാണ്. വാക്കെന്ന് പറയുമ്പോൾ ഖൗലുൽ ഖൽബി വൽ ലിസാൻ, നാവിന്റെ ഖൗല്, ഖൽബിന്റെ ഖൗല്. ഖൽബിന്റെ ഖൗല് പറഞ്ഞാൽ ഖൽബിന്റെ അംഗീകാരം, നാവിന്റെ ഖൗല് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള ഉച്ചാരണം. അമലിൻ കൂടിയാണ് ഈമാൻ എന്ന് പറയുമ്പോൾ അമലുൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്, നാവിന്റെയും ഹൃദയത്തിന്റെയും അവയവങ്ങളുടെയും അമൽ പ്രവൃത്തി. മാത്രമല്ല വഅന്നൽ ഈമാന യസീദു ബിത്താഅ, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിനനുസരിച്ച് ഈമാൻ കൂടും. വയൻഖുസ് ബിൽ മഅസിയ, അള്ളാഹുവിന് മുന്നിൽ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈമാൻ കുറയുകയും ചെയ്യും. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം തുടർത്തുന്നു വഹും മഅ ദാലിക്, അൽ ഫിർഖത്തുൻ നാജിയ, വിജയത്തിന്റെ കക്ഷി ഇതോടൊപ്പം, ഈ നിർവചനം ഈമാനിന് പറയുന്നതോടൊപ്പം ലാ യുകഫിറൂന അഹ്ലൽ ഖിബ്ല, അഹ്ലുൽ ഖിബ്ലയെ കാഫിറാക്കൂല, ബിമുത്ലഖിൽ മആസി വൽ കബായിർ, വൻപാപങ്ങളും അതേപോലെ തന്നെ മാസിയത്ത് പാപങ്ങളും കേവലം ചെയ്തു എന്നതിന്റെ പേരിൽ. കമാ തഫ്അലുൽ ഖവാരിജ്, കമാ തഫ്അലുൽ ഖവാരിജ്, ഖവാരിജുകൾ ചെയ്യുന്നത് പോലെ. ഇവിടെ മുത്ലഖുൽ മആസി എന്ന് പറഞ്ഞാൽ എന്താ? പാപങ്ങൾ, കേവല പാപങ്ങൾ. അതേപോലെ വൽ കബായിർ, വൻ പാപങ്ങൾ. ഇപ്പൊ വൻ പാപം വ്യഭിചരിച്ചു, കള്ളു കുടിച്ചു, അതേപോലെ തന്നെ ഇതര മാസിയത്ത്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഇതര പാപങ്ങൾ. ഇതിന്റെ പേരിൽ വ്യഭിചാരത്തെ ഒരാൾ വ്യഭിചരിക്കുകയും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ മില്ലത്ത് നിന്ന് പുറത്തു പോകും. അതേസമയം ഇവിടെ മുത്ലഖുൽ മആസി എന്ന് പറഞ്ഞത് വൽ കബായിർ, കേവലം വ്യഭിചരിച്ച് അല്ലെങ്കിൽ കള്ളു കുടിച്ച് മദ്യപിച്ച് ആ പ്രവൃത്തി ചെയ്തിട്ടുള്ളൂ, അതാണ് മുത്ലഖുൽ മആസി വൽ കബായിർ എന്ന് പറഞ്ഞാൽ. അതിന്റെ പേരിൽ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ആളുകളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് കാഫിറാക്കൂല. ശരിയാണ്, വൻപാപം ചെയ്ത് വ്യഭിചാരിക്ക് വലിയ ശിക്ഷയാണുള്ളത്. ഈ ദുനിയാവിൽ ശിക്ഷയുണ്ട്, ഖബറിലെത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷയുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, അടിഭാഗം വീതി കൂടി മുകൾ ഭാഗം വീതി കുറഞ്ഞ ഒരു തെന്നൂറയിൽ അടുപ്പിൽ നഗ്നരായിട്ട് സ്ത്രീ പുരുഷന്മാരെ കത്തിക്കുന്നത് കണ്ട്, അത് അവർ വ്യഭിചരിച്ചവരായിരുന്നു, ശിക്ഷയുണ്ട്. അതേപോലെ ആഖിറത്തിൽ നിന്ദ്യമായ ശിക്ഷയുണ്ട്. പക്ഷേ കേവലം വ്യഭിചരിച്ചു എന്നതിന്റെ പേരിൽ ഈ ദുനിയാവിൽ അഹ്ലുൽ ഖിബ്ലയെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുൽ ഫിർഖത്തുൻ നാജിയ ലാ യുകഫിറൂൻ, കാഫിറാക്കൂല, കാഫിർ എന്ന് പറയില്ല. കമാ തഫ്അലുൽ ഖവാരിജ്, ഖവാരിജുകൾ പ്രവർത്തിക്കുന്നത് പോലെ. പിന്നെയോ ഖവാരിജുകൾ എന്താ ചെയ്തത്? ഖവാരിജുകൾ പറയുന്നത് വൻപാപം ചെയ്യുന്നതോടുകൂടി ഈമാനിന് ഔട്ടായി, പിന്നെ മുഅ്മിനല്ല, പിന്നെ കാഫിറാണ്. എങ്ങനത്തെ കാഫിർ? ഖവാരിജുകൾ എന്ത് ചെയ്യും? പിന്നെ ആ കാഫിറിനെ ദമ ഹലാലായ കാഫിറാണ്, കൊല്ലും. അവർക്ക് കൊല്ലല് പിന്നെ ദീനായി. അപ്പൊ മായിസ് റളിയല്ലാഹു തആല അൻഹു, ഗാമിദിയ എന്ന ജുമാന, അവർ റസൂലുള്ളാഹിയുടെ സഹാബികളായിരുന്നു. മായിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു തെറ്റ് വന്നുപോയി, വ്യഭിചാരം വന്നുപോയി. ഗാമിദിയയിൽ നിന്ന് തെറ്റ് വന്ന്, അപ്പൊ ഖവാരിജിന്റെ വിശ്വാസപ്രകാരം അവരൊക്കെ ദീനിൽ നിന്ന് പുറത്തുപോയി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്താ ഗാമിദിയയെ കുറിച്ച് പറഞ്ഞത്? അതേപോലെ തന്നെ മായിസിനെ കുറിച്ച് പറഞ്ഞത്, അവർ ചെയ്ത തൗബ അല്ലെങ്കിൽ അവരുടെ ഈമാൻ മദീനയിൽ ജീവിക്കുന്ന 70 പേർക്ക് വീതം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് മതിയാകുന്നതാണ്. അത്രമാത്രം വലിയ തൗബ ചെയ്തു എന്നാണ്. അങ്ങനത്തെ ഈമാൻ അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഖവാരിജിന്റെ വാദം ഒരിക്കലും അത് പ്രമാണബദ്ധമല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ് ശരി. കേവലം തെറ്റ് പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ ഈമാനിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യില്ല, പുറത്തു പോകില്ല. അഹ്ലുൽ ഖിബ്ലയെ
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് കാഫിറാക്കൂല. ബൽ പ്രത്യുത അൽ ഉഖുവത്തുൽ ഈമാനിയ്യത്തു സാബിതത്തുൻ മഅൽ മആസി, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഈമാനിക സാഹോദര്യം സ്ഥിരപ്പെട്ടതാണ്. ഇപ്പോൾ ഒരാൾ വ്യഭിചരിച്ചു, അയാൾ ഈമാനിക സാഹോദര്യങ്ങളാണ്, നമ്മുടെ സഹോദരനായിട്ടുള്ള മുഅ്മിനാണ്. സമ്പൂർണ്ണ മുഅ്മിനല്ല, പക്ഷെ തെറ്റ് വന്നു പോയ മുഅ്മിനാണ്. അപ്പോൾ ആ ഉഖുവ ഈമാനിയ, ഈമാനിക സാഹോദര്യം ഉണ്ട്. ഏതുപോലെ? അതിന്റെ ഉദാഹരണം കമാ ഖാല സുബ്ഹാനഹു ഫീ ആയത്തിൽ ഖിസാസ്, ആയത്തുൽ ഖിസാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതുപോലെ. എന്താ ആയത്തുൽ ഖിസാസിൽ അല്ലാഹു പറഞ്ഞത്? ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് ശൈഖുൽ ഇസ്ലാം ഇവിടെ പറയുന്നത്. അതിന്റെ ആയത്തിൽ പറയുന്നത്, അതിന്റെ വിഷയം യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല, സത്യവിശ്വാസികളെ കൊല ചെയ്യപ്പെട്ടവരുടെ കാര്യത്തിൽ തുല്യശിക്ഷ നടപ്പിലാക്കുക, ഖിസാസ് നടപ്പിലാക്കുക എന്നുള്ളത് നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ, അടിമക്ക് പകരം അടിമ, സ്ത്രീക്ക് പകരം സ്ത്രീ കൊല്ലപ്പെടേണ്ടതാണ്. അവർ കൊലയാളികളായിട്ടുണ്ടെങ്കിൽ കൊലയാളിയെ കൊല്ലണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, ഇനി അവന് അഥവാ കൊല ചെയ്യപ്പെട്ടവന്, അഥവാ കൊലയാളിക്ക്, ഘാതകന് കൊല ചെയ്യപ്പെട്ടവന്റെ പക്ഷത്ത് നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ, കൊല ചെയ്യപ്പെട്ടവന്റെ എന്നുള്ളതിന് ഇവിടെ പറഞ്ഞത് മിൻ അഖീഹി എന്നാണ്, തന്റെ സഹോദരന്റെ പക്ഷത്ത് നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണ് എങ്കിൽ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വ അദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ, അവൻ മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുകയും ചെയ്യേണ്ടതുണ്ട്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖിസാസ് നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. ഖിസാസ് എങ്ങനെ? ഖിസാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊന്നിട്ടുണ്ട് എങ്കിൽ കൊല്ലപ്പെട്ടവന് പകരമായിട്ട് കൊലയാളിയെ കൊല്ലുക എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു ഇവിടെ പറയാണ് ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, ഒരു കൊലയാളിക്ക് തന്റെ സഹോദരന്റെ പക്ഷത്ത് നിന്ന് ഇളവ് ലഭിക്കപ്പെട്ടാൽ, അപ്പൊ ഒരു കൊലയാളിക്ക് തന്റെ സഹോദരന്റെ പക്ഷത്ത് നിന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇപ്പോ തന്റെ സഹോദരൻ എന്ന് പറഞ്ഞത് കൊല ചെയ്യപ്പെട്ടവനെയാണ്. കൊലയാളി വലിയ പാമ്പാണ് ചെയ്തത്, വൻപാപ ചെയ്തത്. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ മഹാപാപാണ്, നരക ശിക്ഷ അർഹിക്കുന്ന, അള്ളാഹുവിന്റെ കോപവും ശാപവും അർഹിക്കുന്ന പാപമാണ് ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത്, വൻപാപാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വൻപാപം ചെയ്ത ഈ കൊലയാളിക്ക് തന്റെ സഹോദരന്റെ പക്ഷത്ത് നിന്ന്, കൊല ചെയ്യപ്പെട്ടവന്റെ ബന്ധുക്കളിൽ നിന്ന് ഇളവ് ലഭിച്ചാൽ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സഹോദരൻ എന്നാ പറഞ്ഞത്. ഏത് സഹോദരൻ? വാപ്പിമ്മത്തെ സഹോദരൻ എന്നർത്ഥം, അല്ലെങ്കിൽ വാപ്പത്തെ സഹോദരൻ എന്നർത്ഥം, അല്ലെങ്കിൽ ഉമ്മത്തെ സഹോദരൻ എന്നർത്ഥം അല്ല. പിന്നെയോ ഈമാനിൽ സഹോദരങ്ങൾ, വിശ്വാസത്തിൽ സഹോദരങ്ങൾ. അപ്പൊ ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിലും കൊല ചെയ്യപ്പെട്ടവന്റെ സഹോദരനാണ്, കേവലം കൊല നടത്തിയിട്ടേ ഉള്ളൂ, മഹാപാപാണ്. പക്ഷെ എന്നാലും ഈമാനിക സാഹോദര്യം നിലനിൽക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കൊലയാളിക്ക് കൊല ചെയ്യപ്പെട്ട തന്റെ സഹോദരന്റെ പക്ഷത്ത് നിന്ന് വല്ല ഇളവും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ മര്യാദ പ്രകാരം പെരുമാറുകയും മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിക സാഹോദര്യത്തെ നിലനിർത്തി. ആർക്ക്? കൊലയാളിക്ക് കൊല ചെയ്യപ്പെട്ടവന്റെ വിഷയത്തിൽ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, വൻപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ മില്ലത്തിൽ നിന്ന് പുറത്തു പോകൂല. പിന്നെയോ ഈമാൻ എന്ന നാമം, പേര്, അസിൽ നിലനിൽക്കും. പക്ഷെ സമ്പൂർണ്ണ ഈമാൻ ഉണ്ടോ? സമ്പൂർണ്ണ ഈമാൻ ഉണ്ടാവില്ല, കാരണം കൊലയാളിയാണ്. പക്ഷെ കാഫിറാണെന്ന് പറയാൻ അതിന്റെ പേരിൽ പറ്റൂല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഉദാഹരണം പറയാണ്, വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലു, മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ അവർ പരസ്പരം പോരടിച്ചാൽ ഫഅസ്ലിഹു ബൈനഹുമാ, അവർക്കിടയിൽ നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖറ, നിങ്ങൾ അവർ രണ്ടു കൂട്ടർക്ക് പോരടിക്കുന്നവർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുമ്പോൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ആക്രമിക്കുകയാണ് എങ്കിൽ ഫഖാതിലുല്ലതി തബ്ഗി,
അതിക്രമിയോട് നിങ്ങളും യുദ്ധം ചെയ്യണം, സുൽഹുണ്ടാക്കുന്നവർ യുദ്ധം ചെയ്യണം. ഹത്ത തഫിയ ഇലാ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് ആ വിഭാഗം മടങ്ങുന്നത് വരെ. ഫഇൻ ഫഅത്, അങ്ങനെ അതിക്രമം മതിയാക്കിയിട്ട് ആ കക്ഷി മടങ്ങുകയാണ് എങ്കിൽ ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ൽ, നീതിപൂർവ്വം അവർക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കണം. വഅഖ്സിതു, നിങ്ങൾ നീതി പുലർത്തണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു മുഖ്സിതീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ മാത്രമാകുന്നു ഇഖ്വത്ത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ പരസ്പരം പോരടിക്കുക, രണ്ടു കൂട്ടർ പോരടിക്കാൻ എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർ ആയുധം എടുത്തിട്ട് അങ്ങോട്ട് പോരടിക്കാൻ. മുസ്ലിമീങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗം ആയുധം എടുത്തിട്ട് പോരാടുമ്പോൾ ഇവിടെയുള്ള ആയുധം എടുത്തിട്ട് അവിടെ ഉള്ള അവനെ ആക്രമിക്കുമ്പോൾ അവൻ കൊല്ലപ്പെടും, അവൻ്റെ രക്തം ചിന്തും, അവൻ ഭീതിയിലകപ്പെടും. അതേപോലെ അവൻ ആയുധം എടുത്ത് ഇങ്ങോട്ട് ഏറ്റുമുട്ടുമ്പോഴോ ഇവൻ പേടിക്കും, ഇവന്റെ രക്തം ചിന്തും, ഇവനും വധിക്കപ്പെടും. അപ്പൊ മഹാപാതകാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്യോന്യം ആക്രമിക്കുന്നവരെ കുറിച്ച് പറഞ്ഞ എന്താ? വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് ത്വായിഫത്ത് എന്നാണ്. അപ്പോൾ വൻപാപം വന്നുപോയി എന്നതിന്റെ പേരിൽ, കേവല വൻപാപത്തിന്റെ പേരിൽ ഈമാനിൽ നിന്ന് പുറത്തു പോകില്ല, മുഅ്മിനീങ്ങൾ തന്നെയാണ്. പക്ഷെ പൂർണ്ണമായിട്ടുള്ള ഈമാൻ ഉണ്ടോ? അത് പറയാൻ പറ്റൂല. തെറ്റിനനുസരിച്ച് ഈമാന്റെ ദറജ കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഖവാരിജിനെ പോലുള്ളതായ കക്ഷിക്കാർ വൻപാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ കുറിച്ച് പറയുന്നത് അവൻ ഇസ്ലാമിൽ നിന്നും ഈമാനിൽ നിന്നും പുറത്തുപോയി എന്നാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറയുന്നത് ഈമാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും പുറത്തു പോകില്ല. പിന്നെയോ ഈമാനിനും ഇസ്ലാമിൽ തന്നെയാണുള്ളത്. പക്ഷേ കേവലം തെറ്റിന്റെ പേരിൽ ഇസ്ലാം ഈമാൻ എന്നീ വിശേഷണം അവൻ ഉയർത്തപ്പെടില്ല. പക്ഷെ അവന്റെ ഈമാന്റെയും ഇസ്ലാമിന്റെയും തോത് കുറയുകയാണ് ചെയ്യുക. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഉണർത്തുന്നു, വലാ യസ്ലുബൂനൽ ഫാസിഖൽ മില്ലിയ ഇസ്മൽ ഈമാനി ബിൽ കുല്ലിയ വലാ യുഖല്ലിദൂനഹു ഫിന്നാർ കമാ തഖൂലുൽ മുഅ്തസില ബലിൽ ഫാസിഖു തദ്ഖുലു ഫി ഇസ്മിൽ ഈമാൻ ഫി മിസ്ലി ഖൗലിഹി ഫതഹ്രീറു റഖബത്തിൻ മുഅ്മിന وقد لا يدخل في اسم الإيمان المطلق كما في قوله إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم. ഇതേപോലെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ولا يسلبون الفاسق الملي. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അൽ ഫാസിഖ് അൽ മില്ലി, അൽ മില്ലി എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ആൾ എന്നർത്ഥം. അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട, നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണ മുസ്ലിം എന്നർത്ഥം. എന്നാൽ ഫാസിഖുമാണ്, തെമ്മാടിയാണ്, തെറ്റ് ചെയ്തവനാണ്. അപ്പോൾ മില്ലിയായ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട മുസ്ലിമായ ഒരു ഫാസിഖ്, തെമ്മാടി, അയാളിൽ നിന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എടുക്കൂല. എന്തെടുക്കൂല? ഇസ്മൽ ഈമാൻ ബിൽ കുല്ലിയ, ഈമാൻ എന്നുള്ള നാമം ബിൽ കുല്ലിയ പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മുസ്ലിമായ മനുഷ്യൻ കള്ളുപിടിച്ച് അയാളിൽ നിന്ന് ഈമാൻ എന്ന നാമം സെൽബ് ചെയ്യൂല എന്നാണ്. എന്താ? ഈമാൻ എന്ന നാമം അയാളിൽ നിന്ന് തട്ടിയെടുക്കുകയാണ്, ഊരിയെടുക്കുകയാണ്. ഈമാൻ എന്ന നാമം അയാളിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ? അയാൾ കാഫിറാണ്. ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ചെയ്യൂല. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ കള്ളു കുടിച്ചിട്ടുണ്ട് എങ്കിൽ ഈമാൻ എന്ന നാമത്തെ കുല്ലിയത്തായിട്ട് പൂർണ്ണമായിട്ട് അയാളിൽ നിന്ന് അഹ്ലു സുന്നത്ത് ലായസ്ലബൂൻ ഊരിയെടുക്കൂല, തട്ടിയെടുക്കൂല. എന്ന് പറഞ്ഞാൽ മുഅ്തസിലിയാക്കൾ പറയണത് എന്താ? അയാൾ കള്ളുടിക്കുന്നതോടുകൂടി ഈമാനിൽ നിന്ന് അയാൾ പുറത്തുപോയി. പിന്നെ അയാൾക്ക് മുഅ്മിൻ എന്ന് പറയാനോ മുസ്ലിം എന്ന് പറയാനോ പാടുള്ളതല്ല. ഈ പണി അഹ്ലു സുന്നത്ത് ചെയ്യൂല. വലാ യുഖല്ലിദൂനഹു ഫിന്നാർ, നരകത്തിൽ നിത്യനിവാസിയാണ് കൂല. ഒരു മുസ്ലിമായ മനുഷ്യൻ കള്ളുടിച്ച് എന്നതിന്റെ പേരിൽ അയാൾ മരിച്ചാൽ കാലാകാലവും നരകത്തിലാണ് എന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറയില്ല. വലാ യുഖല്ലിദൂനഹു ഫിന്നാർ, നരകത്തിൽ അവനെ നിത്യനിവാസിയാക്കുകയും ഇല്ല അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. കമാ തഖൂലുൽ മുഅ്തസില, മുഅ്തസിലിയാക്കൾ പറയുന്നത് പോലെ. മുഅ്തസിലിയാക്കൾ പറയുന്നത് എന്താ? ഒരാള് മുസ്ലിമായ ഒരു മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ഒരു വ്യക്തി, എന്നാൽ നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന മുസ്ലിം, മുഅ്മിൻ എന്നീ മേൽവിലാസമുള്ള ഒരു വ്യക്തി കള്ളു കുടിക്കുന്നതോടുകൂടി അയാളിൽ നിന്ന് ഈമാൻ ഒഴിവാക്കപ്പെട്ട് പിന്നെ അയാൾക്ക് മുസ്ലിം എന്ന് അറിയാൻ പറ്റില്ല, മുഅ്മിൻ അറിയാൻ പറ്റില്ല, ഈമാനിന്ന് പുറത്തുപോയി. ആഖിറത്തിലോ? ആഖിറത്തിൽ അയാൾ നരകശിക്ഷയിൽ നിത്യനിവാസിയാണ്. ഇതാണ് മുഅ്തസിലിയാക്കളുടെ വാദം.
അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തില്ല. പിന്നെ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം ബലിൽ ഫാസിഖു യദ്ഖുലു ഫീ ഇസ്മിൽ ഈമാൻ, ഫാസിഖ് ഈമാന്റെ ഇസ്മിൽ പ്രവേശിക്കും, അഥവാ ഈമാൻ എന്ന നാമകരണത്തിൽ പ്രവേശിക്കും. ഒരാൾ കള്ളുപിടിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ഈമാന്റെ വൃത്തത്തിനുള്ളിലാണുള്ളത്, ഈമാൻ എന്ന് പുറത്തുമില്ല. ഫി മിസ്ലി ഖൗലിഹി ഫതഹരീർ റഖബത്തി മുഅ്മിന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല തഹരീർ റഖബത്തി മുഅ്മിനാണ്, ആ വചനത്തിൽ പറഞ്ഞ പോലെ. അതെന്താ ആ വചനത്തിൽ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് ഒരു വമാ കാന ലിമുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅ, ഒരു സത്യവിശ്വാസിക്കും മറ്റൊരു സത്യവിശ്വാസിയെ അബദ്ധത്തിലല്ലാതെ കൊല്ലാൻ പാടുള്ളതല്ല, ബോധപൂർവം കൊല്ലാൻ പാടില്ല, അബദ്ധത്തിൽ അല്ലാതെ. വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, ഒരാൾ ഒരു മുഅ്മിനെ അബദ്ധത്തിൽ കൊന്നാൽ ഫത്തി മുഅ്മിന, അയാൾ എന്ത് ചെയ്യണം, ഒരു മുഅ്മിനത്തായ അടിമയെ മോചിപ്പിക്കണം എന്നറിഞ്ഞു, മുഅ്മിനത്തായ അടിമയെ മോചിപ്പിക്കണം. അപ്പം ബോധപൂർവ്വം ഒരു മുഅ്മിനെ കൊല്ലാൻ പാടില്ല. അബദ്ധത്തിൽ കൊന്നാലോ, അബദ്ധത്തിൽ കൊന്നിട്ടുണ്ടെങ്കിൽ ഒരു മുഅ്മിനത്തായ അടിമനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ എന്താ ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നത്? മുഅ്മിനത്തായ അടിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈമാൻ പൂർണ്ണമായ അടിമ എന്നതിൻ്റെ അർത്ഥം. മുഅ്മിനായ ഒരു അടിമനെ മോചിപ്പിച്ചാൽ മതി. ആ മുഅ്മിനായ അടിമനി തെറ്റ് ചെയ്തവളാണെങ്കിലും ശരി, മുസ്ലിമാണ്, മുഅ്മിനാണ്, പക്ഷെ അവളിരുന്ന് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, എന്നാലും ആ അടിമനെ മോചിപ്പിച്ചാൽ മതി. 100ൽ 100 ഒരു തെറ്റും ചെയ്യാത്ത അടിമനെ പോയി മോചിപ്പിക്കാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പിന്നെയോ ഈമാൻ മുഅ്മിനത്താണ് എന്നറിയപ്പെട്ട, മുസ്ലിമത്താണ് അറിയപ്പെട്ട ഒരു അടിമനെ മോചിപ്പിച്ചാൽ മതി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതഹരീർ റഖബത്തി മുഅ്മിന എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മുഅ്മിനത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത 100ൽ 100 ഈമാനുള്ള അടിമ എന്നാ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടില്ല. ഇതേപോലുള്ള ഈമാനിലാണ് ആര് പെടുക, ഫാസിക്ക് പെടുക. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും യദ്ഖുലു ഫീ ഇസ്മിൽ ഈമാൻ, ഈമാൻ എന്ന നാമകരണത്തിൽ അതിന്റെ വൃത്തത്തിൽ അയാൾ പ്രവേശിക്കും. ഏതുപോലെ ഫതഹരീർ റഖബത്തി മുഅ്മിന, ഒരു മുഅ്മിനത്തായ അടിമനെ മോചിപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ആ മുഅ്മിനത്തിൽ ഉദ്ദേശിക്കപ്പെട്ട ഈമാനുണ്ട്, അത് 100ൽ 100 ഈമാനല്ല. പിന്നെയോ ഈമാൻ എന്ന നാമകരണത്തിന്, വിശേഷണത്തിന് അർഹനായ അടിമ എന്നാണ്. ആ ഒരു ഈമാനിൽ ഇയാൾ പ്രവേശിക്കും, ഫാസിക്ക് പ്രവേശിക്കും. വഖദ് ലാ യദ്ഖുലു ഫീ ഇസ്മിൽ ഈമാനിൽ മുത്ലഖ്, അൽ ഈമാനുൽ മുത്ലഖ് എന്ന നാമകരണത്തിൽ അയാൾ പ്രവേശിച്ചു കൊള്ളണമെന്നില്ല. എന്താ അൽ ഈമാനുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ? അതാണ് കാമിലുൽ ഈമാൻ, സമ്പൂർണമായ ഈമാൻ, പരിപൂർണമായ ഈമാൻ. അപ്പോൾ വഖദ് ലാ യദ്ഖുലു, ഫാസിഖായ ഒരു വ്യക്തി, തെമ്മാടിയായ ഒരു മുസ്ലിം, ലാ യദ്ഖുലു, ഖദ് ലാ യദ്ഖുലു, ഒരുപാട് അയാൾ പ്രവേശിച്ചു കൊള്ളണമെന്നില്ല. എവിടെ? ഫി ഇസ്മിൽ ഈമാനിൽ മുത്ലഖ്, അൽ ഈമാനുൽ മുത്ലഖിൽ. അൽ ഈമാനുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ കാമിലുൽ ഈമാൻ, പരിപൂർണമായ ഈമാൻ എന്നർത്ഥം. ഒരാൾ മുസ്ലിമാണെന്നാണ്, അയാൾ കള്ളുപിടിച്ച്, അയാൾ 100ൽ 100 മുഅ്മിനാണ് നമ്മൾ പറയോ? ഇല്ല, ആ കാമിലുൽ ഈമാൻ ഇല്ല. അതാണ് അൽ ഈമാനുൽ മുത്ലഖ്. ഈ കാമിലുൽ ഈമാൻ അല്ലെങ്കിൽ അൽ ഈമാനുൽ മുത്ലഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉദാഹരണം ഉണ്ട് വിശുദ്ധ ഖുർആനിൽ, അത് മനസ്സിലാക്കാൻ. ഏതുപോലെ കമാ ഫി ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഈമാനുൽ മുത്ലഖ്, സമ്പൂർണ്ണ ഈമാന്റെ ഒരു ഉദാഹരണം പറയുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ, അല്ലദീൻ, അവരെങ്ങനെയുള്ളവരാണ്, ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിപ്പെടും. അപ്പോൾ അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയങ്ങൾ പേടിപ്പെടുന്നവരാരാ? ആരാ? പാപങ്ങൾ പ്രവർത്തിക്കാതെ ഈമാൻ പൂർണ്ണമായവരാണ്, ഈമാൻ പൂർണ്ണമായവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഈമാൻ ഉണ്ട്, സമ്പൂർണ്ണ ഈമാൻ. ആ സമ്പൂർണമായ ഈമാൻ, അതാണ് അൽ ഈമാനുൽ മുത്ലഖ്. ആ നാമകരണത്തിൽ പാപിയായ വ്യക്തി പെട്ടവളണമെന്നില്ല. എന്നാലോ ഫതഹരീർ റഖബത്തി മുഅ്മിന എന്ന് പറഞ്ഞില്ലേ, അവിടെ ഈമാനിനൊരു ഉദ്ദേശമുണ്ട്. ആ ഈമാൻ അതിൽ ഉൾപ്പെടുകയാണ് ചെയ്യുക. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ശൈഖുൽ ഇസ്ലാം തുടർത്തി കൊടുക്കുന്നു. വഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് എന്താ? ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ലാ യസ്നി സാനി, ഒരു വ്യഭിചാരി വ്യഭിചരിക്കുകയില്ല. ഹീന യസ്നി, അവൻ വ്യഭിചരിക്കുമ്പോൾ,
വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായിക്കൊണ്ട്, മുഅ്മിനായ ഹാലിൽ, അവസ്ഥയിൽ എന്ന് പറഞ്ഞു. ഇത് ഹദീസിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. ലാ യസ്നി സാനി, ഒരു വ്യഭിചാരി അവന് വ്യഭിചരിക്കൂല. ഹീന യസ്നി, വ്യഭിചരിക്കുമ്പോൾ വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായ ഹാലിൽ. അവിടെ മുഅ്മിനായ ഹാൽ എന്ന് പറഞ്ഞാൽ ഏത് ഈമാനാ? കാമിലുൽ ഈമാനാണ്. മുഅ്മിനുൻ കാമിലുൻ എന്നർത്ഥം. കാമിലായ മുഅ്മിനായിട്ട്, ഒരിക്കലും സമ്പൂർണ്ണ മുഅ്മിനായിക്കൊണ്ട് ഒരാൾക്ക്, ഒരു മുസ്ലിമിന് വ്യഭിചരിക്കാൻ സാധിക്കില്ല. വ്യഭിചരിക്കുമ്പോൾ എന്താണത്? ഈമാന്റെ ദർജ അവനിൽ കുറയും. അൽ ഈമാനുൽ മുത്തലഖിന്റെ മറ്റൊരു ഉദാഹരണം പറഞ്ഞ ഒന്ന് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്. രണ്ടാമത്തേത് ഈ ഹദീസ്. ഒരു വ്യഭിചരിക്കുന്ന മുസ്ലിം അവന് വ്യഭിചരിക്കുമ്പോൾ അവന് മുഅ്മിനായിട്ട് വ്യഭിചരിക്കാൻ പറ്റില്ല എന്നാണ്. എന്താ? മുഅ്മിനുൻ കാമിൽ, സമ്പൂർണ്ണ മുഅ്മിനായിട്ട് വ്യഭിചരിക്കാൻ കഴിയില്ല. ആ അവസ്ഥയിൽ ഈമാന്റെ തോത് പറ്റ കുറയും അവനിൽ എന്നർത്ഥം, കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖ്, മോഷ്ടിക്കുന്നവൻ അവൻ മോഷ്ടിക്കുമ്പോൾ അവന് മോഷ്ടിക്കാനാവുകയില്ല. വഹുവ മുഅ്മിനുൻ, എന്താ? വഹുവ കാമിലുൽ ഈമാൻ, അർത്ഥം സമ്പൂർണ്ണ ഈമാനുള്ളവനായിട്ട്, പൂർണ്ണ ഈമാനുള്ളവനായിട്ട് ഒരിക്കലും മോഷ്ടിക്കാൻ കഴിയില്ല. പിന്നെയോ മോഷ്ടിക്കുമ്പോൾ അവന്റെ ഈമാന്റെ തോത് കുറയും. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ, ഒരു മുസ്ലിം അവന് കള്ള് കുടിക്കാൻ കഴിയില്ല. അവൻ കള്ള് കുടിക്കുമ്പോൾ, മദ്യപിക്കുമ്പോൾ അവൻ മുഅ്മിനായ അവസ്ഥയിൽ, മുഅ്മിനായ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ മുഅ്മിനുൻ കാമിൽ, സമ്പൂർണ്ണമായിട്ടുള്ള മുഅ്മിനായിരിക്കെ. സമ്പൂർണ്ണ മുഅ്മിനായിക്കൊണ്ട് ഒരിക്കലും അവന് മദ്യപിക്കാൻ സാധിക്കില്ല. അവൻ മദ്യപിക്കുമ്പോൾ അവനിൽ ഈമാന്റെ തോത് കുറയും, കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഈമാൻ അവന് പുറത്തു പോയിക്കൊള്ളുന്നില്ല. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വലാ യൻതഹിബു നഹബതൻ ദാതി ശറഫിൻ യർഫഉ നാസി ഇലൈഹി ഫീഹാ അബ്സാറുഹും. വലാ യൻതഹിബു നഹബതൻ, ഒരു മുഅ്മിന് തട്ടിയെടുക്കാൻ സാധിക്കൂല, റാഞ്ചിയെടുക്കാൻ സാധിക്കൂല. എന്ത്? നഹബതൻ ദാതി ശറഫിൻ, മൂല്യമുള്ള ഒരു സംഗതി, ഒരു സാധനം, ഒരു വസ്തു. അതിന്റെ പ്രത്യേകത യർഫഉ നാസു ഇലൈഹി ഫീഹാ അബ്സാറുഹും, ജനങ്ങൾ തങ്ങൾക്കത് വേണമെന്ന പൂതിയിൽ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനങ്ങൾ തങ്ങൾക്ക് വേണമെന്ന നിലക്ക് തങ്ങളുടെ ദൃഷ്ടി ഉയർത്തിക്കൊണ്ടുള്ളതായ ഒരു മൂല്യവത്തായ ഒരു സംഗതി ഒരാൾ മോഷ്ടിക്കുകയാണ് എങ്കിൽ, തട്ടിയെടുക്കുകയാണ് എങ്കിൽ, അയാൾക്കത് തട്ടിയെടുക്കുവാൻ സാധിക്കുകയില്ല. അവൻ മുഅ്മിനായ ഹാലിൽ, അവസ്ഥയിൽ, വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായിക്കൊണ്ട്. എങ്ങനത്തെ മുഅ്മിൻ? അവൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ കാമിലായ ഈമാൻ ഉള്ളവനായിട്ട്, സമ്പൂർണ്ണ മുഅ്മിനായിട്ട് തട്ടിയെടുക്കാൻ കഴിയില്ല, ഈമാൻ അവനിൽ കുറയും എന്നർത്ഥം. അപ്പൊ ഇതാണ് ഈ ഹദീസ്. ഇമാം ബുഖാരിയും അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഒക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉണർത്തുന്നത്, പറഞ്ഞു വരുന്നത്, ഒരു മുസ്ലിമായ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട മില്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മില്ലത്തിൽപ്പെട്ട, ഇസ്ലാമിക മില്ലത്തിൽപ്പെട്ട അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, അവൻ ഫാസിഖാണ്, ഒരു തെമ്മാടിയാണ്, എന്നാണ് അവൻ തെറ്റ് ചെയ്യുന്നവനാണ് എങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അവനിൽ നിന്ന് ഈമാൻ എന്ന പേര് പൂർണ്ണമായിട്ട് എടുക്കൂല, തട്ടിയെടുക്കൂല എന്ന് പറഞ്ഞാൽ അവനെ കാഫിറാക്കൂല എന്നർത്ഥം. മരിച്ചാൽ നരകത്തിൽ നിത്യവാസിയാക്കൂല. പിന്നെയോ അവൻ ഈമാന്റെ വൃത്തത്തിനുള്ളിലാണുള്ളത്, പക്ഷെ അവൻ എന്തില്ല? അൽ മുത്തലഖുൽ ഈമാനില്ല, സമ്പൂർണ്ണ ഈമാനില്ല. സമ്പൂർണ്ണ ഈമാൻ എന്നുള്ളത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അറിയിക്കുന്ന വിഷയമാണ്. അത് അറിയിച്ചത് എവിടെയാണ്? വിശുദ്ധ ഖുർആൻ ഇന്നമൽ മുഅ്മിനൂന എന്ന് തുടങ്ങുന്ന ആയത്തിൽ, ഹദീസിൽ ലാ യസ്നി സാനി എന്ന് തുടങ്ങിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമ്പൂർണ്ണ ഈമാനിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമ്പൂർണ്ണ ഈമാൻ അവനുണ്ടാവില്ല, എന്നാലോ ഈമാൻ എന്നുള്ള പേര് അവനത് പൂർണ്ണമായിട്ട് പോകുകയും ഇല്ല. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം അവസാനിപ്പിക്കുകയാണ് ആ ഭാഗം. വയഖൂലൂൻ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറയുന്നത്, ഹുവ മുഅ്മിനുൻ നാഖിസുൽ ഈമാൻ, ഈമാൻ കുറഞ്ഞ മുഅ്മിനാണ് അവൻ. ആര്? ഫാസിഖ്, അൽ മില്ലി, നമ്മുടെ മില്ലത്തിൽപ്പെട്ട ഫാസിഖ്. ഔ അല്ലെങ്കിൽ മുഅ്മിനും ബി ഈമാനിഹി, അവന്റെ ഈമാൻ കൊണ്ട് അവൻ മുഅ്മിനാണ്. ഫാസിഖും ബി കബീറത്തിഹി, അവന്റെ വൻപാപം കൊണ്ട് അവൻ ഫാസിഖുമാണ്. ഫലാ യുതൽ ഇസ്മുൽ മുത്ലഖ്, അവന് അൽ ഇസ്മുൽ മുത്ലഖ് നൽകപ്പെടാൻ പറ്റൂല. ഇസ്മുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ കാമിലുൽ ഈമാൻ,
അവൻ പൂർണ്ണ മുഅ്മിനാണ് എന്നുള്ള പേര് നൽകപ്പെടാൻ പാടുള്ളതല്ല. വലാ യുസ്ലബു മുത്ലഖുൽ ഇസ്ം, മുത്ലഖുൽ ഇസ്മ അവനിൽ നിന്ന് എടുക്കപ്പെടാനും പാടുള്ളതല്ല. മുത്ലഖുൽ ഇസ്മ പറഞ്ഞാൽ എന്താ? അസ്ലുൽ ഈമാൻ, അവൻ ഈമാനിലുള്ളവനാണ്, മുസ്ലിമിൽപ്പെട്ടവനാണ്, മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, മുഅ്മിനീങ്ങളിൽപ്പെട്ടവനാണ് എന്നുള്ള മുത്ലഖുൽ ഇസ്മ ഉണ്ടല്ലോ, അത് അവനിൽ നിന്ന് എടുക്കപ്പെടാൻ പാടുള്ളതല്ല. എന്നാലോ അൽ ഇസ്മുൽ മുത്തലക്ക് കൊടുക്കാനും പാടുള്ളതല്ല. ഇസ്മുൽ മുത്തലക്ക് പറഞ്ഞാൽ സമ്പൂർണ്ണ മുഅ്മിനാണ് എന്ന ആ പേര് കൊടുക്കാനും പാടുള്ളതല്ല. അവൻ ഈമാൻ ഉള്ളത് കൊണ്ട് അവൻ മുഅ്മിനാണ്, കബീറത്ത് വൻപാപം ചെയ്തത് കാരണത്താൽ അവൻ ഫാസിഖുമാണ്. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത്. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈമാന്റെ നിർവചനത്തിന്റെ വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഈ കക്ഷികളോടൊക്കെ, മുഅ്തസിലികളോട്, ഖവാരിജിനോട്, അതേപോലെ തന്നെ ജബരികളോട്, അതേപോലെ മുർജിയാക്കളോട്, അതേപോലെ തന്നെ ഖുറാമിയ കക്ഷിയോട് ഒക്കെ എതിരാണ്. അതാണ് നമ്മൾ ആദ്യം വിശദീകരിച്ചത്. പിന്നെ മുസ്ലിമായ മുഅ്മിനായ ഒരു മനുഷ്യൻ, അയാളിൽ നിന്ന് വൻപാപം വന്നു പോയാൽ, തെറ്റ് വന്നു പോയാൽ, അയാളുടെ വിഷയത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഖവാരിജിന്റെയും മുഅ്തസിലിയത്തിന്റെയും നിലപാടുകൾക്ക് എതിരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് ആ വിഷയത്തിലുള്ള പ്രമാണം. അതാണ് നമ്മൾ വിശദീകരിച്ചത്. അടുത്ത ആഴ്ച ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് തുടർത്തി വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.